ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം യേശു ക്രിസ്തുവിൻ്റെ വചനത്തിനു മുമ്പാകെ ഇരിക്കുകയാണ്. ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങൾ ഏത് പ്രതിസന്ധികളിലൂടെയോ പ്രശ്നങ്ങളിലൂടെയോ കടന്നു പോകുന്നുവെങ്കിലും അതിന് പരിഹാരം തരും. ഇത് കേവലം ഒരു ആശ്വസിപ്പിക്കുന്ന വാക്കുകളല്ല, അനേകായിരങ്ങളുടെ അനുഭവമാണ്. എന്തിനായിരങ്ങൾ? പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അനുഭവങ്ങളാണ്. ഈ തിരുവചനം പറയുന്ന എൻ്റെ അനുഭവമാണ്. വചനം മനുഷ്യനെ ആശ്വസിപ്പിക്കും. വചനം മനുഷ്യന് സന്തോഷം നൽകും. വചനം കുനിഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ മുഖത്തെ പിടിച്ചുയർത്തും. വചനം ക്രിസ്തു തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വചനമാവുന്ന ക്രിസ്തു നാം ഈ തിരുവചനം ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ എവിടെയെങ്കിലും ഇരുന്നായിരിക്കാം നിങ്ങളിത് കേൾക്കുന്നതെങ്കിലും ആ വചനം അവിടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ തുടച്ചു മാറ്റും. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചില ആങ്സൈറ്റീസ് കർത്താവ് മാറ്റും. ചില ഭയപ്പാടുകൾ മാറ്റും. നിരാശകൾ മാറ്റും. പ്രശ്നങ്ങൾക്ക് കർത്താവ് പരിഹാരം തരും. ആ ഒരു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുക. ഞാൻ ഇപ്രകാരം വായിച്ചു. അമേരിക്കയിലുള്ളതായ ഒരു ചെരുപ്പ് കമ്പനി, ചെരുപ്പുണ്ടാക്കുന്ന ഫാക്ടറി, അവർ ആഫ്രിക്കയിൽ ഒരു രാജ്യത്തിലേക്ക് ചെരുപ്പിൻ്റെ വിൽപ്പനയ്ക്കുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കുവാനായി 2 വ്യക്തികളെ വിട്ടു. ഒരേ കമ്പനിയിൽ നിന്നും 2 പേര്, അമേരിക്കൻ കമ്പനിയാണ്. അതിലൊരാൾ ആ ദേശത്ത് എന്നതിന് ശേഷം അവിടുത്തെ ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്ന ആ ഭാഷ മാർക്കറ്റ് സ്റ്റഡി എന്നാണ്, സാധ്യതകൾ, പോസിബിലിറ്റീസ് എല്ലാം നോക്കിയിട്ട് ഉടനെ തന്നെ അദ്ദേഹം ഒരു കമ്പി സന്ദേശം അയച്ചു. ഒരു സാധ്യതയുമില്ല ഇവിടെ, കാരണം ഈ രാജ്യത്ത് ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അദ്ദേഹം അല്പം നിരാശനുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ മറ്റേ വ്യക്തി പറഞ്ഞു, ദർ ആർ ലോഡ്സ് ഓഫ് ചാൻസസ്, ഓപ്പർച്യൂണിറ്റീസ് ദർ. ഇവിടെ ഒരു മനുഷ്യൻ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ സാധ്യത കൂടുതലുണ്ട്. ഇപ്പോൾ നാം പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇരട്ടി ചെരുപ്പുകൾ ഉണ്ടാക്കണമെന്ന് കമ്പനിക്ക് സന്ദേശം അയച്ചു. ഒരേ കമ്പനിയിൽ നിന്ന് ഒരേ സ്ഥലത്തേക്ക് 2 വ്യക്തികൾ പോയി. 2 പേരുടെയും ആ ചിന്താഗതി നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ ഇല്ലായ്മയിൽ സാധ്യത കണ്ടു, ഒരാൾ ഇല്ലായ്മയിൽ ഒരു സാധ്യതയുമില്ല എന്ന് ചിന്തിച്ചു. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിലും. അനേകർ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പണത്തിന് ഞെരുക്കമുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഒരുപക്ഷെ ഭർത്താവിൻ്റെ മദ്യപാനം, അല്ലെങ്കിൽ ഭാര്യയുടെ അനുസരണമില്ലാത്ത ജീവിതം, ഒരുപക്ഷെ മക്കളുടെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമത്വത്തിൽപ്പെട്ടതായ ജീവിതം. ഇങ്ങനെ 100 പ്രശ്നങ്ങളല്ലേ മനുഷ്യ ജീവിതത്തിൽ. ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ ചില മനുഷ്യർ ചിന്തിക്കും, ഓ, ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഒരു സാധ്യതയുമില്ല. അവർ നിരാശപ്പെട്ടു പോകുന്നു. എന്തിന്? ചിലർ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. ഇന്നുള്ള വേദനയുടെ 1000-മോ 10,000-മോ ലക്ഷമോ ഇരട്ടി ദുരിതത്തിലേക്ക്, ആ ദുരിതം നിറഞ്ഞ നിത്യനരകത്തിലേക്കാണ് ആ പാവപ്പെട്ടവർ പോകുന്നതെന്ന് അവരറിയുന്നില്ല. അതുകൊണ്ട് അങ്ങ് മരിച്ചു കളയാം, മരണത്തോടുകൂടി എല്ലാം തീരുമെന്ന് പാവങ്ങൾ ചിന്തിക്കുന്നു. തീരുകയല്ലല്ലോ. മരണത്തോടുകൂടി ജീവിതം തീരുകയല്ലല്ലോ. വേറൊരു ലോകത്തേക്ക്, കർട്ടനപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന കാര്യം നാം ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം തന്ന ഈ ആത്മാവിനെ നാം ഒരിക്കലും നശിപ്പിക്കരുത്. ആ ആത്മഹത്യ ചിന്ത പോലും തരുന്നത് ദൈവികമല്ല, അത് വലിയൊരു ദുരാത്മാവിൻ്റെ ചിന്താഗതിയാണ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വരുന്ന പിശാചിൻ്റെ തന്ത്രം. എന്നാൽ നമ്മുടെ കർത്താവ് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ജീവനുണ്ടാകുവാനാണ് നമ്മുടെ കർത്താവ് വന്നത്. കർത്താവ് വന്ന് നമ്മെ സഹായിക്കാനാണ് പ്രിയരെ. നമ്മെ വിധിച്ച് നമ്മൾ പാപികളാണെന്ന് പറഞ്ഞ് നമ്മെ നിത്യനരകത്തിലേക്ക് തള്ളിവിടാനല്ല നമ്മുടെ കർത്താവ് വന്നത്. സ്നേഹനിധിയായ യേശു ക്രിസ്തു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. അതേ മകനെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. മകളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല, ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം,
എന്നെ കരുതാൻ ആരുമില്ലല്ലോ, ഞാനിങ്ങനെ അനേകം ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്നത് ആരറിയാൻ, എൻ്റെ കാര്യം നോക്കാൻ ആർക്കും നേരം. ഇങ്ങനെ അനേകം സ്വകാര്യ ദുഃഖങ്ങൾ മനസ്സിലേറിക്കൊണ്ട് ഭാരങ്ങളും സങ്കടങ്ങളുമായി കഴിയുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വേദന കാണുന്ന ഒരു യേശുവുണ്ട്, നിങ്ങളുടെ ദുഃഖമറിയുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങളുടെ ദുഃഖമറിയുക മാത്രമല്ല, നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം തരുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറയുന്നതൊന്നും പഠിച്ചു പറയുന്നതല്ല, പുസ്തകം വായിച്ചിട്ട് പറയുന്നതല്ല, എൻ്റെ ജീവിത അനുഭവമാണ്. അനേകം ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഞാൻ എൻ്റെ ബാല്യകാലത്ത് പോയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തിന് ജനിച്ചു, ഞാൻ എന്തിന് ജീവിക്കുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ. എനിക്ക് ആഹാരത്തിന് മാർഗമില്ല, വസ്ത്രത്തിന് മാർഗമില്ല, മറ്റു കുട്ടികൾ കൊണ്ടുപോകുന്ന പോലെ സ്കൂൾ ബാഗില്ല. അന്ന് ചെറുപ്പകാലങ്ങളിൽ സ്കൂളിൽ ബാഗില്ല, അതുകൊണ്ട് ഉള്ള പുസ്തകം കയ്യിൽ പിടിച്ച് മാറോടടക്കി അത് കൊണ്ടുപോകും. മഴക്കാലം വരുമ്പോൾ അത് നനയും, നല്ല കുടയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് പേപ്പർ വരുത്താനില്ലെന്ന് മാത്രമല്ല, പേപ്പർ ഞങ്ങളുടെ പ്രദേശത്ത് പോലും വരുത്തുന്നില്ല. നല്ല പണക്കാരുടെ വീടുകളിൽ അവധിക്കാലങ്ങളിൽ ഞാൻ ചെല്ലും. അതിനുശേഷം അവരോട് വളരെ എളിമയോടെ കുറച്ച് പേപ്പർ തരാമെന്ന് ചോദിക്കും. അവർ വായിച്ച് പഴകിയ ന്യൂസ് പേപ്പർ, പുസ്തകം പൊതിയാൻ. ഞാനതൊന്നും മറന്നിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കുകയുമില്ല. എത്രത്തോളം ഈ ഭൂമിയിൽ കർത്താവ് എന്നെ ഉയർത്തിയാലും, എവിടെ നിന്നാണ് എൻ്റെ യേശു എന്നെ ഉയർത്തിയതെന്ന് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ആർത്തിയോടെ കുറച്ചധികം പേപ്പറൊക്കെ വാങ്ങിച്ച് എന്തോ വലിയ കാര്യം കിട്ടിയതായ ആ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി വന്നതും പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞ് ഞാൻ സ്കൂളിൽ പോയത് ഓർക്കുന്നുണ്ട്. പലപ്പോഴും കഴിഞ്ഞ വർഷം എഴുതി തീരാത്ത ബുക്കിൻ്റെ നല്ല പേപ്പറുകളെല്ലാം വലിച്ചു കീറി തുന്നിക്കെട്ടി, അങ്ങനെയാണ് ഞങ്ങൾ പലപ്പോഴും സ്കൂളിൽ പഠിച്ചിരുന്നത്. 10 പൈസ മതി അന്ന് പ്രൈവറ്റ് ബസ്സിന് ST കൊടുക്കാൻ, സ്റ്റുഡൻസ് കൺസെഷൻ ഉണ്ടല്ലോ. 10 പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് എത്രയോ കിലോമീറ്റർ നടന്നാണ് ഞാനും എൻ്റെ സഹോദരങ്ങളും പഠിച്ചത്. എൻ്റെ മൂത്ത ചേട്ടൻ 3:30 എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഞാനാണ് മണ്ണറ വിളക്ക് കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിരാവിലെ പാലെടുത്തുറയൊഴിച്ച് എല്ലാമായി ഞങ്ങൾ നടന്ന് സ്കൂളിലും കോളേജിലും പോയിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, എന്നാൽ ഇത് കണ്ടുകൊണ്ടിരുന്നൊരു യേശു ഉണ്ടെന്നാണ് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത്. അതാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള സദ്വർത്തമാനം. ഞങ്ങളുടെ വേദന കാണാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വേദനകൾ അറിയാൻ, ഞങ്ങൾക്കൊരു ആശ്വാസ വാക്ക് പറയാൻ, ഒരു ആശ്വാസത്തിൻ്റെ കരം നീട്ടിത്തരാൻ ഭൂമിയിൽ ആരും ഉണ്ടായിരുന്നില്ല. ആളുകളുണ്ടായിരുന്നു, സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും അയൽക്കാരും എല്ലാം ഉണ്ടായിരുന്നു. പാവങ്ങൾ, അവരുടെയും സ്ഥിതി ഇതിൽ നിന്ന് വിഭിന്നമല്ല. പിന്നെ എങ്ങനെ അവർ സഹായിക്കും? പക്ഷേ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളുടെ വേദന കണ്ട് ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്നൊരു യേശുവുണ്ട്. ആ യേശുവിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. യേശു വേദന കാണുന്നവനാണ്, യേശു സങ്കടങ്ങൾ കാണുന്നവനാണ്, യേശു കണ്ണുനീരൊപ്പുന്നവനാണ്. യേശു ഹൃദയത്തിലെ തേങ്ങലുകൾ എല്ലാം മാറ്റി നമുക്ക് സൗഭാഗ്യമുള്ളൊരു ജീവൻ തരുന്നവനാണ്. അതിനെന്താണ് പ്രിയരെ മുഖാന്തരം? യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുക. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതം എൻ്റെ യേശു ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതം യേശു ചോദിക്കുന്നു, മോനെ നിൻ്റെ ജീവിതം എനിക്ക് താ എന്ന് പറയുന്ന പോലെ. ഞാൻ പിന്നെ താമസിച്ചില്ല, മറ്റാരോടും ചോദിച്ചില്ല. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളോട് അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായിരുന്നവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പോസ്തലൻ്റെ അനുഭവം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുഭവം വ്യത്യസ്തമല്ല. നമ്മുടെ ജന്മം മുതൽ നമ്മെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്, നമ്മുടെ ജന്മം മുതൽ നമ്മെ വേർതിരിച്ചൊരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് മകനെ നിനക്ക് ഈ വചനം കേൾക്കാൻ ഇടയായത്, അതുകൊണ്ടാണ് മകളെ ഈ സത്യവചനം കേൾക്കാൻ ഇടയായത്. മകളെ, നിന്നെ സ്നേഹിക്കുന്നൊരു യേശുവുണ്ട്. മകനെ, നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായപ്പോൾ ഈ ഭൂമിയിലെ മനുഷ്യരാരും കണ്ടില്ല, നിൻ്റെ അപ്പനും അമ്മയും നിന്നെ കണ്ടില്ല. അതിനു മുമ്പേ കർത്താവ് നിന്നെ കണ്ടു, യേശു നിന്നെ കണ്ടു, യേശു നിന്നെ അറിഞ്ഞു, യേശു നിന്നെ പേർ ചൊല്ലി വിളിച്ചു. നീ തകർന്ന് തരിപ്പണമായി പോകാത്തത് യേശു നിന്നെ സ്നേഹിക്കുന്നുകൊണ്ടാണ്. ഈ യേശുവിൻ്റെ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞ് യേശുവിന് വേണ്ടി ജീവിക്കുക. അതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഇന്ന് കൃപയാൽ എൻ്റെ സഹോദരൻ നടത്തുന്ന സ്ഥാപനത്തിൽ ഏതാണ്ട് 38 വർഷത്തോളം ഞാൻ ഡയറക്ടറായിട്ട് ജോലി ചെയ്തു. ആ കമ്പനിയുടെ ഇന്നും ഞാൻ അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരനോട് ചേർന്ന് ഉന്നതമായ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് എനിക്ക് തന്നു. ഒന്നുമില്ലാത്ത എന്നെ ഉയർത്തി ഈ ലോകത്തിലെ അനേക രാജ്യങ്ങൾ
എനിക്ക് യാത്ര ചെയ്യുവാൻ കമ്പനിയോടുള്ള ബന്ധത്തിൽ അല്ല മറ്റ് കാര്യങ്ങൾ മുഖേന അവിടെയെല്ലാം യാത്ര ചെയ്യുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. പോയ രാജ്യങ്ങളിൽ മിക്കതിലും എന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ഒരു യേശു ഉണ്ടെന്ന്, എന്നെ പൊടിയിൽ നിന്ന് നിവർത്തിയ ഒരു യേശു ഉണ്ടെന്ന് മറ്റുള്ളവരോട് ലജ്ജ കൂടാതെ പറയാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ പ്രിയരെ, ഞാൻ എന്ത് സന്തോഷിക്കുന്നു. ഈ തിരുവചനവും കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ യേശുവിനെ ആയിരങ്ങളുടെ 10,000 മധ്യത്തിൽ സാക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരഭിമാനമാണ്. യേശുവിനെ ഉയർത്തുക, യേശുവിനെ സാക്ഷിക്കുക, അതല്ലേ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുള്ളൂ. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും C.T. Studd പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് വിച്ച് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. യേശുവിന് വേണ്ടി ചെയ്ത് മാത്രമേ നിലനിൽക്കൂ. ബാക്കിയെല്ലാം ശവക്കുഴി വരെ മാത്രം. എല്ലാം ശവക്കുഴിക്കിപ്പറിയിട്ടിട്ട് നാം അക്കരദേശത്തേക്ക് പോകേണ്ടി വരും. അന്ന് യേശുവിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയാൽ, യേശുവിന് വേണ്ടി, യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, യേശുവിൻ്റെ സുവിശേഷ വേല അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആരെങ്കിലും ഒരാൾ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി, മകനെ, നിൻ്റെ സമയവും നിൻ്റെ സ്വാധീനവും നിൻ്റെ ശബ്ദവും നിൻ്റെ ഭവനവും നിൻ്റെ പണവും എല്ലാം യേശുവിന് വേണ്ടി കൊടുത്താൽ നിത്യതയിൽ പ്രതിഫലമുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ആ ഭാഗ്യം നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, ഇല്ലായ്മയിൽ ആ ചെരുപ്പ് കമ്പനിക്കാരൻ്റെ ആ എക്സിക്യൂട്ടീവ് പറഞ്ഞു, ഇവിടെ ഒന്നും ഇല്ല, അതുകൊണ്ട് സാധ്യതയുണ്ടെന്ന്. മോളെ, നിൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മയുള്ളതാണ് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സാധ്യത. ഞാൻ പറയട്ടെ, മകനെ, നിൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഉണ്ടോ? അതാണ് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധ്യത. അതുകൊണ്ട് നിരാശപ്പെടാതെ കർത്താവിനെ സഹായിക്കും, കർത്താവിനെ കരുതും, കർത്താവിൻ്റെ ജീവിതത്തിൽ വലിയ നന്മ തരും, എല്ലാത്തിലും വലിയ നന്മയായ രക്ഷ എനിക്ക് തരും, മാനസാന്തരം എനിക്ക് തരും, നിത്യജീവൻ്റെ അവകാശം തരുമെന്ന് ഉറച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാം. നിങ്ങൾ കൊടുക്കുമോ? യേശുവേ, എൻ്റെ ജീവിതം അങ്ങേക്ക് തരുന്നു. കാൽവറിയിൽ എനിക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് എന്നെ സ്നേഹിച്ച നാഥ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം തരുന്നു എന്ന് നിങ്ങൾക്ക് പറയാമെങ്കിൽ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കരം നിങ്ങളുടെ ശിരസിൽ വരും. ആ കരം നിങ്ങളുടെ ശിരസിൽ വെച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അഭിവൃദ്ധിപ്പെടും, നിങ്ങൾ സന്തോഷമുള്ളവരായിത്തീരും. അതിനിടയാകട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും എൻ്റെ കർത്താവെ, അവർ അനുഗ്രഹിക്കപ്പെടണം. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടണവർ നിത്യജീവൻ്റെ ഓഹരിക്കാരായിത്തീരണം. അതാണ് ഈ എളിയവനായ എൻ്റെ പ്രാർത്ഥന. അതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം